കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിൽ ഗവർണറെ നേരിട്ട് എതിർപ്പറിയിച്ച മുഖ്യമന്ത്രി. ഇത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജ്ഭവന് മുഖ്യമന്ത്രിയുടെ കത്ത്. ഇന്നലെ സർവകലാശാലയിലുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിന് കത്തയക്കാൻ രാജ്ഭവനും തീരുമാനിച്ചിട്ടുണ്ട്. സെനറ്റ് ഹാളിൽ ഗവർണറുടെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച സംഘാടകർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കേരള സർവകലാശാല. കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം കഴിഞ്ഞ ദിവസം ഗവർണറുടെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് വിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കും വരെ കാരണമായിരുന്നു. സംഘർഷങ്ങളും വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടും ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ ഗവർണർ ദീപം തെളിയിക്കുകയും ചെയ്തു. ഗവർണറുടെ ഈ നടപടി സർക്കാരിനെതിരെയുള്ള വെല്ലുവിളിയായിട്ടാണ് സർക്കാർ വിലയിരുത്തിയത്. ആ സാഹചര്യത്തിലാണ് നിലപാട് വ്യക്തമാക്കി രാജ്ഭവന് കത്ത് നൽകിയത്. ഭരണഘടന അംഗീകരിച്ച ദേശീയ ചിഹ്നങ്ങൾ മാത്രമേ സർക്കാർ പരിപാടികളിൽ ഉപയോഗിക്കാവൂ എന്ന് സർക്കാർ രാജ്ഭവൻ അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. മതേതരത്തിന് വെല്ലുവിളിയാകുന്ന സംഘടനകളുടെയോ മറ്റ് ചിഹ്നങ്ങളോ സർക്കാർ പരിപാടികളിൽ ഉപയോഗിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള ഉപയോഗം കർശനമായി നിരോധിക്കണം. തുടർന്നുള്ള പരിപാടികളിലും സർക്കാർ നിർദ്ദേശം പാലിക്കണമെന്നും സർക്കാർ രാജ്ഭവൻ അയച്ച കത്തിൽ കൃത്യമായി പറയുന്നു. ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ രാജ്ഭവനും സർക്കാരിനെ നിലപാട് വ്യക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ വിഷയവും കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷങ്ങളും മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഈ കത്തിൽ സർക്കാരിനെ അറിയിക്കും. അതേസമയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജ്ഭവനെതിരെ വീണ്ടും രംഗത്ത് വന്നു. വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നതെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആരോപിച്ചത്. കാവിക്കൊടിയേന്തിയ പട്ടുസാരി ഉടുത്ത സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടില്ലാത്ത ആ ഭാരതാംബയെയാണ് അദ്ദേഹം ഇപ്പോൾ പോകുന്നിടത്തെല്ലാം കൊണ്ടു നടക്കുന്നത്. അത് ആ RSSൻ്റെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ എന്ന സങ്കല്പനത്തെ നോർമലൈസ് ചെയ്തെടുക്കാനും സമൂഹത്തിൻ്റെ പൊതുബോധത്തിലേക്ക് സന്നിവേശിപ്പിക്കാനുമുള്ള ഒരു കൗശലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുള്ളൂ. കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് സർവകലാശാല അധികൃതരും നിയമ നടപടി സ്വീകരിക്കും. കാരണം സർവകലാശാല സെനറ്റ് ഹാള് മറ്റൊരു സംഘടനയ്ക്ക് പൊതുപരിപാടി നടത്താനോ അല്ലെങ്കിൽ സ്വകാര്യ പരിപാടി നടത്താനോ വിട്ടുകൊടുക്കുമ്പോൾ ചില നിബന്ധനകൾ വെക്കാറുണ്ട്. ആ നിബന്ധനകളുടെ കരാറിൻ്റെ ലംഘനമാണ് ഇന്നലെ നടന്നതെന്നാണ് യൂണിവേഴ്സിറ്റി വിശദീകരിക്കുന്നത്. അതായത് മതപരമായ ചിഹ്നങ്ങളോ മതപരമായ പ്രവർത്തനങ്ങൾക്കോ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ ഉപയോഗിക്കില്ല എന്നുള്ള കരാറുണ്ടായിരുന്നു. ഈ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഭാരതാംബയുടെ ചിത്രം അവിടെ ഉപയോഗിച്ചത് എന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതർ പറയുന്നത്. അതേസമയം സംഘർഷവുമായി ബന്ധപ്പെട്ട് SFIക്കും KSU നേതാവിനെതിരെ പോലീസ് സ്വമേധയാ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.